പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ വോഡാഫോണിനെ കുറിച്ച് വന്ന ഒരു ന്യൂസാണ്. വോഡാഫോണിൻ്റെ അല്ല ശരിക്കും, അത് ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുന്നതിന് ഇന്ത്യൻ ടെലികോം കമ്പനീസ് ആരും സപ്പോർട്ടീവ് അല്ലായിരുന്നു തുടക്കം. ബട്ട് അടുത്ത കാലത്ത് ഈ ട്രംപിൻ്റെ ടാരിഫ് കൊണ്ടോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററും ഇലോൺ മസ്കുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് കൊണ്ടോ എന്തുകൊണ്ടോ ഇന്ത്യ ഈസ് ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതായത് അവരുടെ സ്റ്റാർലിങ്കിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ജിയോയും എയർടെലും ഒക്കെ ആയിട്ട് അവരായിട്ട് ടൈപ്പ് ചെയ്തു. അപ്പോഴും എന്തുകൊണ്ടാണെന്നറിയോ, പണ്ട് ഇവരെല്ലാവരും ഈ സ്റ്റാർലിങ്ങിനെ എതിർത്തത്, അതായത് അവരൊക്കെ ഒരുപാട് ലൈസൻസ് ഫീ, പ്രത്യേകിച്ച് എയർടെലൊക്കെ കേട്ടോ, ജിയോയ്ക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എയർടെലൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇത്രയും ലൈസൻസ് ഫീ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ ടെലികോം ആൻഡ് വയർലെസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇങ്ങനെ നമ്മൾ ജിയോന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർലിങ്ങിന് ഫ്രീ ആയിട്ട് ഒരു എൻട്രി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ള ഒരു ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അത് ഇപ്പോൾ ഏതാണ്ട് പ്രത്യുപകാരം എന്ന രീതിയിലാണെന്ന് തോന്നുന്നു. അതായത് 2021 മുമ്പുള്ള എയർവേവ്സ് ഉണ്ടല്ലോ, ആ സ്പെക്ട്രം യൂസേജ് ചാർജസ് ഗവൺമെൻറ് വേവ് ഓഫ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. അതൊരു ടെലികോം കമ്പനീസിന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏതാണ്ട് ഇപ്പോൾ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് 2 ലക്ഷത്തോളം കോടി രൂപ കടമുണ്ട്. ആ 2 ലക്ഷം കോടി രൂപ കടത്തിൽ ഏതായാലും 8,000 കോടിയുടെ ബെനിഫിറ്റ് ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ ഈ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഒന്ന് നിങ്ങൾ ഒരു വാച്ച് ലിസ്റ്റിൽ ഇടാവുന്ന ഒരു സ്റ്റോക്കാണ്. കാര്യം വെച്ചാൽ അത് മേടിക്കാനുള്ള റെക്കമെൻഡേഷൻ അല്ല നമ്മൾ പറയുന്നത്. ഈ വക ബെനിഫിറ്റ്സ് വോഡാഫോണിൽ വരികയാണെങ്കിൽ അവർ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ വോഡാഫോണിന് വരുന്നുണ്ട്. ഈ ഡെപ്റ്റിന്റെ കാര്യത്തിൽ, ഡെപ്റ്റിന് നമ്മൾ എപ്പോഴും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഡെപ്റ്റ് ഉപകാരപ്രദമായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കാരണം അവരുടെ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയുന്നു. ഒന്ന്, ഗവൺമെന്റിന്റെ ഈ ഒരു എന്താ പറയുക, ആ റിഫോംസ്, ആ ഒരു റൂള് കൊണ്ടുവന്നത് പ്രകാരം അവർക്കൊരു 8,000 കോടിയുടെ ബെനിഫിറ്റും വരുന്നു എന്നുള്ളത് വോഡാഫോണിന് അഫക്റ്റ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. സനീഷ് സാർ, നേരത്തെ സൂരജ് സാർ സംസാരിച്ചതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 2% കൂടുതലുള്ള ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർലിങ്കുമായിട്ടുള്ള ഒരു ടൈപ്പ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു 52 ആഴ്ചയിലെ ഉയർന്ന നില പരിശോധിക്കുന്ന സമയത്ത് ജൂൺ 2024 രേഖപ്പെടുത്തിയിട്ടുള്ള 19 രൂപ 18 പൈസ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. അവിടെ നിന്നും ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏതാണ്ട് 7 രൂപ റേഞ്ചിലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന പലരെയും എനിക്കറിയാം. അവരൊക്കെ ചോദിക്കുന്നത് എന്താണ് വോഡാഫോൺ മാത്രം ഗതി പിടിക്കാത്തത് എന്നുള്ള ഒരു നിലയിലേക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. ടെക്നിക്കലി ഇപ്പോൾ ഈ സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് നോക്കേണ്ടത്. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ അതൊരു കൺസോൾട്ടേഷൻ ലെവലാണ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ആശ്വാസകരമായിട്ട് കാര്യമാണ്. അതൊരു പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലാണ്. ഈവൻ ഒരു 640 അതേപോലെ തന്നെ ഒരു 9 റുപ്പീസിന്റെ ഇടയ്ക്ക് അതൊരു കൺസോൾട്ടേഷൻ ലെവലായിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മളത് ഈവൻ 10 വരെ അത് ലാസ്റ്റ് ടൈം ഒരു ജാനുവരിയിൽ അത് പോയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 640 ആണ്. ഈ ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇത് എത്രത്തോളം കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയുണ്ട്. വോളിയം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വളരെ വോളിയം കുറവാണ്. ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഹയർ ലെവലിലൊക്കെ ഉണ്ടായിരുന്ന വോളിയം നമുക്കിപ്പോൾ കാണാനില്ല. അതായത് എല്ലാവരും ഒരു പ്രതീക്ഷ മാറ്റിവെച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളത് വെയിറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഒരു വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈവൻ 10 മോളിലേക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാം. അതിനുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരുന്നത് വരെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പം നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ വോഡാഫോണിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഈ ഒരു വർഷത്തിൽ വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം 46% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു 7 രൂപ എന്നുള്ള ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ജാസ്മിൻ, ഇത് വളരെ എന്താ പറയുക, കൗതുകകരമായിട്ടൊരു കാര്യമാണ്. കാര്യം പലരിടത്തും ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് വോഡാഫോൺ ഷെയർ മേടിച്ചു എന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക്. ഇതാണ് ജനങ്ങളുടെ ഒരു കൺസിഡറേഷൻ. 2 ലക്ഷം കോടി കടമുള്ള കമ്പനിയാണ്. അതായത് ഈ ടോട്ടൽ കമ്പനി മേടിക്കാൻ, ഈ വോഡാഫോൺ കമ്പനി മേടിക്കാൻ അതിൻ്റെ ഇന്നത്തെ ഷെയർ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എനിക്ക് തോന്നുന്നു 51,000 കോടിയാണ്. 51,000 കോടിക്ക് ഈ കമ്പനി നമ്മൾ മേടിക്കാൻ നേരത്ത് അതിനകത്ത് 2 ലക്ഷം കോടിയുടെ കടം കൂടെ വെച്ച് കിട്ടും എന്നുള്ളതാണ് ഈ കമ്പനി. പക്ഷേ അതിനെക്കുറിച്ച് ജനങ്ങൾ ആരും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആരും അന്വേഷിക്കുന്നില്ല. 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്ക് ആയിരുന്നു അത് മേടിക്കാനുള്ള കാരണം. നമ്മളെപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, 100 രൂപയുടെ ഒറ്റ നോട്ടാണോ
അത് 100 രൂപയുടെ 10 നോട്ടാണോ അതോ 1000 രൂപയുടെ ഒരു നോട്ടാണോ വലുത്? ഇത് രണ്ടും 1000 രൂപ തന്നെയാണ്. ഇത് രണ്ടും 10% കയറുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം അവസാനം 1100 രൂപയെ കയ്യിലുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 രൂപ നോട്ടായിരിക്കും നല്ലത്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല സ്റ്റോക്ക് എന്നുള്ളതാണ്. അല്ലാണ്ട് 10 രൂപയിൽ താഴെയായി എന്നുള്ളത് ഒരു കാരണമാക്കി കണക്കാക്കാതെ നിങ്ങൾ ഫണ്ടമെന്റൽസ് നോക്കുക, അതിൻ്റെ ക്വാളിറ്റി നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഷെയർ ഇരുന്നിട്ട് കാര്യമില്ല. എത്ര ഷെയർ ഇരുന്നാലും, 1 ഷെയർ ഇരുന്നാലും, 1000 ഷെയർ ഇരുന്നാലും, 10000 ഷെയർ ഇരുന്നാലും, 1 ലക്ഷം ഇരുന്നാലും അതിൻ്റെ പെർസെൻറ്റേജിൽ നിങ്ങളുടെ പൈസ മൂവ് ചെയ്യുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.